ഹലോ ഗൈസ്, എല്ലാവർക്കും മാസഫ് ക്യാമ്സിലേക്ക് വീണ്ടും സ്വാഗതമാക്കിയാണ്. നമ്മൾക്ക് പുതിയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ് വേറെ ഒന്നുമല്ല, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഒരു സ്കൂളിൽ നിന്ന് നമ്മളിന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതിരിക്കാം സ്കൂൾ ഏതാണെന്നൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളിന്ന് സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഫോഴ്സ് ഹൊറൈസൺ 6 കളിക്കാം ഗൈസ്. അപ്പം നിങ്ങൾ അറിഞ്ഞായിരിക്കും ഫോഴ്സ് ഹൊറൈസൺ 6 നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു കിള്ളങ്കാച്ചി ഗെയിമാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്കും ഞാനത് കളിച്ച് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ സോ, അപ്പോൾ നമ്മൾ ബാരി പ്രസൻ എസ്കേപ്പ് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാറ്റമൊന്നും കാണുന്നില്ല, വലിയ മാറ്റമൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മളിൽ ഏണിയൊക്കെ പിടിച്ച് കയറി, നമ്മൾ റൂമിൽ നമ്മളിൽ ഏണി പിടിച്ച് കയറുന്ന പോലെയാണ് ഇതും കൊടുത്തിരിക്കുന്നത് ഗൈസ്. എനിക്ക് ഇതിൻ്റെ ക്യാമറ ഒന്നും ബാക്ക് ആകാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്യാമറ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, ഈ ക്യാമറ ഇങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ഹാർഡ് മോഡിലല്ല, നമ്മൾ ഈസി മോഡിലല്ലേ നമ്മൾ കളിക്കത്തുള്ളൂ. എനിക്ക് ആദ്യമേ ഈസി മോഡിൽ നിന്ന് കളിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, ഇതൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. എനിക്കൊരു നമ്മൾ ബാരി പ്രസൻ എസ്കേപ്പ് നമ്മൾ കളിക്കത്തില്ലായോ, അതേപോലെയാണ് ഞാൻ വിചാരിച്ച് കളിക്കുന്നത്. അല്ലാതെ എനിക്ക് അറിയുകയൊന്നുമില്ല ഗൈസ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തന്നെ ചാടിയാൻ കയറിയേക്കാം. ഓക്കെ, ഞാനങ്ങ് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളങ്ങനെ അവിടെ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ട ഈ ട്യൂബിലോട്ട് ചാടണം. എന്നിട്ട് നമ്മൾ കണ്ട ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് ചാടിയേക്കാം. ഓ ഗൈസ്, നമ്മളിതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ കടന്നിരിക്കുന്നു. ഇനി എന്തോത്തിന്? ഓക്കെ, ഇതിനാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഒരു ഏണി വെക്കണം. ഓക്കെ, ഒരു ഏണി വെക്കുക, അതിനകത്തോട്ട് ചാടി 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 കയറുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ചാടാം. ഇങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? കുലുങ്ങി നടക്കും ചിങ്കിരി ചിങ്കിരി ചിങ്ക ചിങ്കിരി ചിങ്കിരി ചിങ്ക. പെട്ടെന്ന് നടക്കട്ടെ, ഇവിടെ കുഞ്ചിരിട്ട്. അയ്യോ, മുട്ടുകാലൊടിച്ചേ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി എങ്ങോട്ടാ പോകണ്ടേ? ഇവിടെ എന്തോ ചെയ്യാൻ? അയ്യോ, കിളവൻ വന്നു. സാറേ ഞാൻ പഠിക്കാം. സാറേ ഞാൻ പഠിക്കത്തില്ല. സാറേ മോനെ, എടാ ആഷിഫേ, നീ വന്ന് എക്സാം എഴുതടാ. എക്സാം എഴുതിയില്ലെങ്കിൽ നിന്നെ ഞാനെന്ന് ക്ലാസ്സിൽ കയറ്റത്തില്ലടാ മോനെ. എടാ ആഷിഫേ, നീ വന്ന് എക്സാം എഴുതടാ. നീ എക്സാം എഴുതടാ. ഇല്ല സാറേ, ഞാൻ പഠിച്ചില്ല സാറേ. പിന്നെ എങ്ങനെ എഴുതും സാറേ? എനിക്കറിയത്തില്ല സാറേ, പഠിച്ചില്ല സാറേ. അതൊന്നും എനിക്കറിയണ്ട. മര്യാദയ്ക്ക് വന്ന് എക്സാം എഴുതടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിനെ കൊടുക്കും. നീ എന്നെ ഈ പ്രാവശ്യത്തിൽ പറ്റിച്ചിട്ട് പോയി, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ പിടിക്കുവാടാ. ഗൈസ്, ആ കളവൻ എന്തോ ഗൈസ്, അത് സാറൊന്നും അല്ല, അത് പന കിളവനാ. അങ്ങേര് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. എങ്ങനെ പഠിപ്പിക്കാൻ അറിയാവോ? തീക്കകത്ത് ഇവിടുത്തെ ക്യാൻറ്റീനിൽ തീയുണ്ട്. ക്യാൻറ്റീനെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കത്തില്ലായോ, അവിടെ ക്യാൻറ്റീൻ വെക്കും. ഇങ്ങോട്ടാ? ഇങ്ങോട്ടാ ക്യാൻറ്റീൻ ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, ആ ക്യാൻറ്റീൻ നല്ല ചുട്ട തീയുള്ളൊരു വിറകെടുത്തോണ്ട് വന്നാൽ പിള്ളേരെ അടിക്കുന്നത് പാരട്ട ഗൈസ്. അപ്പം ഈ ഒരു ഗെയിം നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു ഗെയിമാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ക്യാമറയൊന്നും ആംഗിൾ മാറ്റാൻ പറ്റുന്നില്ല, ആ ഒരു വിഷയമുള്ളൂ കേട്ടോ ഗൈസ്. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു സാധനം. ഓക്കെ, നല്ലൊരു ഗെയിമാട്ടോ. നമുക്കിനി ഇങ്ങോട്ട് ലാൻഡ് ചെയ്യണം. എയറോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സുഹൃത്തുക്കളെ നേരെ തറയിലോട്ട് പോയി ടപ്പാ. നമുക്ക് ചെക്ക് പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സാധനം വന്നാൽ പോവാം. എയറോപ്ലെയിൻ ലാൻഡ്. നമുക്ക് ഇങ്ങോട്ട് ചാടണം. ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറിയേക്കാം. ഓക്കെ, ബല. ഓക്കെ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലെവലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾ വെച്ച് നമുക്ക് അങ്ങോട്ട് എടുത്ത് എറിയാനുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് ത്രോ ചെയ്യാൻ പോവാണ്. ഏതാ പോയി, അടുത്തെടുക്കാം. ക്ലിക്ക് കറോ ആൻഡ് ത്രോ. യെസ് ഗൈസ്, അടുത്ത കളവൻ്റെ വന്ന് ആ കളവൻ്റെ അടുത്ത് വന്ന്, ആഷിഫേ ഞാൻ നിന്നെ പറഞ്ഞില്ലേടാ, ഞാൻ നിന്നെ ഇന്ന് പിടിക്കുമെന്ന്. ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ഉണ്ട് എൻ്റെ വണ്ടി? കൊള്ളാമോടാ ആഷിഫേ? നീ മര്യാദയ്ക്ക് വന്ന് എക്സാം എഴുതിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചു കൊടുക്കും കേട്ടല്ലോടാ ആഷിഫേ. ഗൈസ്, ഓടിക്കോ. ഇവൻ പറഞ്ഞു, ഇവൻ പിടിച്ചു. ഇതാണോ? ഇത് തന്നെ. ക്ലോസറ്റിൽ കൂടെ കയറി. ആഷിഫേ, നിന്നെ അടുത്ത തവണ പിടിക്കൂടാ ഞാൻ. അവനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. മിക്കവാറും നമ്മളെ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. അവനെ സൂക്ഷിക്കണം, അവൻ ഡേഞ്ചറാണ്, നമുക്കിതറിയാം. ഓക്കെ, നമ്മളത് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്.
ഇത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കും നമ്മളിതൊക്കെ. നമുക്കിതൊക്കെ എന്ത് സിമ്പിളായി, ഇതൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിള് കാര്യങ്ങളൊക്കെ ഇവയൊക്കെ നമുക്ക് തരുന്നത്. ഇതെന്താ സിമ്പിൾ. നമ്മളെ ബാരി പ്രസൻ എസ്കേപ്പില്ലേ എന്തൊരു പാടാന്നറിയാം. ബാരി കിളവൻ്റെ കയ്യിൽ ഇങ്ങോട്ട് ഇറങ്ങണമല്ലേ. ഞാൻ മേപ്പോട്ടങ്ങ് പോകണം. നമ്മളെ ഡോറ് തുറന്ന് നടക്കുന്നുണ്ട്. ഈ ഇതാണോ? ഇത് തന്നെ കറക്റ്റാണ്. അപ്പം ഇവിടെ ഇങ്ങോട്ടാണോ? അല്ല ഇങ്ങോട്ടല്ലേ. ഇവിടെ ഒന്നും ഇല്ല. താപ്പോട്ട് ഉണ്ടെന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇങ്ങോട്ടൊന്നും അല്ലല്ലോ, ഇങ്ങോട്ടാന്നോ? ഇതെന്താ നമ്മൾ കറക്റ്റ് വഴിക്കൂടെ വന്നേ. ഒത്തിരി താഴ്ച. കിളവൻ്റെ അടുത്ത് തന്നെ വന്ന് പെട്ടോ തന്നെയും. ഇല്ല ഗൈസ്, നമ്മൾ കിളവൻ്റെ അടുത്ത് വന്ന് പെട്ടില്ല. നമുക്ക് ജ്യൂസ് കുടിക്കാൻ ഒന്ന് കുടിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് തറ വീണം. നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ, വിട്ടേക്കാം. നമുക്ക് ബ്രേക്കൊന്നും നമ്മൾ ചവിട്ടുന്നില്ല. നമുക്കിനി അങ്ങ് ഒറ്റ പോക്കാം. നമുക്കിനി അങ്ങ് ഒറ്റ പോക്കേ ഉള്ളൂ. നമ്മളിനി ഇവിടെ നിന്ന് നിർത്തത്തില്ല. നമ്മളിനി കാട്ടാക്കട ചന്ദ്രൻ്റെ വീട്ടിലേ നിർത്തത്തുള്ളൂ. അതാ ഇപ്പോൾ താൻ തറ കിടന്നേ. ഓക്കെ, നമുക്ക് പറഞ്ഞേക്കാം. നമുക്ക് ഇനി ഇവിടെ ഒന്നും ഒരു സ്റ്റോപ്പും ഇല്ല ഗൈസ്. ഇനി നമുക്കിവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനമേ ഇനി നമുക്കില്ല. ഓക്കെ, നമുക്കിനി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സാധനം ഇനി ഇവിടെ ഇല്ല. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയില്ല. ഇനിയുണ്ടോ? ഇവിടെ നിന്ന് അങ്ങനെ തറയെ പോയി കഴിഞ്ഞാൽ ചത്ത് ഞാൻ അങ്ങോട്ടല്ലയോ? ഓക്കെ. അയ്യോ, എന്തുവാണ് അത്രയുണ്ട് ഗൈസ്. ബാരി പ്രസൻ എസ്കേപ്പിലൊക്കെ ഇച്ചിരിയേ ഉള്ളൂ. ഭയങ്കര ടഫാണ് ഈ ഒരു ലെവല്. മിക്കവാറും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. ബാരി പ്രസൻ എസ്കേപ്പ് ഇതിനേക്കാളും സിമ്പിളായിരുന്നു. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എത്രയോ മണിക്കൂർ എടുത്തങ്ങണ്ടായത് ബാരി പ്രസൻ എസ്കേപ്പ്. ഇതൊക്കെ എത്ര മണിക്കൂർ എടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അത്ര മണിക്കൂർ എടുത്ത് നമ്മൾ അത്ര എടുക്കായിരിക്കും ഗൈസ്. അപ്പം നമ്മളൊരു പ്രത്യേകിച്ചൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്ത്യൻ ബൈക്കിൻ്റെ ഒരു ഗെയിം കളിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ കേട്ടില്ല, അപ്പോൾ എൻ്റെ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടാത്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണേണ്ടതുമാണ്. ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞില്ല. ഇനിയുണ്ട്. എടാ അമ്പട പുളിസു. ഇനി അവിടെ നമുക്ക് ബ്രേക്ക് ഔടണം. ഓക്കെ, ഈ തവണ ഞാൻ വിടത്തില്ല, ഉറപ്പാ. ഈ ഉറപ്പൊക്കെ ഞാൻ പണ്ട് ബാരി പ്രസൻ എസ്കേപ്പ് കളിക്കാനും ഞാൻ പറഞ്ഞതാ. എന്നിട്ട് ഞാൻ തറ വീണതാ. ഇതൊക്കെ ഒരു തമാശക്കല്ലേ അളിയാ. നമ്മൾ തറ വീണില്ലേ അളിയാ. എനിക്ക് തോന്നേ ഈ പൈപ്പിൽ തറ വീഴുന്നത് ഏതോ ക്ലോസറ്റിൽ നിന്നും പൈപ്പ്. അപ്പം ഉടുക്കത്തെ വാട കേട്ടോ, അതുണ്ട് കേട്ടോ ഇതിനകത്ത്. ഉടുക്കത്തെ വാട ഇതിനകത്തൂടെയൊക്കെ പോകണമല്ലോ. ഇതൊക്കെ എന്തിനാണെന്ന് ബാരി പ്രസൻ ഇവന്മാരൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ. അയ്യോ, പൈപ്പിൽ നിന്ന് താഴെ പൈപ്പിലൊക്കെ ഉടുക്കത്തെ വാടയടാ. അടുത്ത് പോലും ചെല്ലാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വാട. ഓക്കെ ഗൈസ്. അങ്ങനെ ഇവിടെ നമ്മൾ ചാടിക്കിട്ട് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ചാടി. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ചാടിയിട്ടുണ്ട്. ചാടിക്കോ, ഓടിക്കോ ചാടിക്കോ. അയ്യോ, ബാക്കിൽ ടിക്കറ്റ് റിവേഴ്സ് എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അതങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഓക്കെ, അതുകൂടെ കംപ്ലീറ്റ് ആക്കി നമ്മുടെ ഗെയിം കൂടെ അവസാനിക്കും. ഓക്കെ, ഇച്ചിരിയും കൂടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ലെവലൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എടാ ആശപ്പേ വേണം ഒരു റൈസ് വെക്കാടാ. ആരാ ജയിക്കുന്നത് നമുക്ക് നോക്കാടാ. ഓക്കെ, 3 2 അബ്ലോ. കിളവനെ ഇന്ന് ഞാൻ പൊട്ടിക്കും. കിളവനെ ഇന്ന് കണ്ടോ? കിളവാ കിളവ അങ്ങോട്ട് മാറിയില്ല അങ്ങോട്ട്. പിന്നെ ഞാനാ ജയിക്കത്തുള്ളൂ. ഇവിടെ റേസ്മാനാ ഞാൻ. പിന്നെ അവൻ എന്നെ പഠിപ്പിക്കാൻ വരുന്ന പാരട്ടക്കിളവൻ. ഹൊയ്, എഞ്ചിലൊരു പ്ലാറോ പിന്നെ ബ്ലൈസ് സൊമ്പ സോസ് ചക്കണി സോസ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടം വരെ വന്നിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വരെയൊക്കെ വരുന്നത്. എടാ റേസ് ഞാൻ കണ്ടില്ലടാ. അവിടെ ഞാൻ കണ്ടില്ലടാ. ഷിറ്റ് ഗൈസ്, ഞാനത് കണ്ടില്ല, അതെൻ്റെ അബദ്ധമാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഒന്നുകൂടെ പോയേക്കാം.
കിളവാ മാറിക്കോ ഞാൻ ഇടിച്ചിടി ഞാൻ കളവനെ ഇടിച്ചിടി ഞാൻ. പോടാവൻ ഇവിടെ കിളവൻ പോയി. കിളവനെ പിടിക്കണം കിളവൻ പന്ന കളവനാ. കിളവന്ന് ബ്രേക്ക് ഔട്ടെങ്കിൽ കൊള്ളായിരുന്നു. കിളവനെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പോവാ ഞാൻ ഇപ്പം. മാറാ അങ്ങോട്ട് മാറാ കിളവാ കിളവ മാറിയിരിക്കണം. ചന്തി കൊണ്ട് മാറ്റൊന്ന് ചന്തി എടുത്ത് അവനെ തള്ളുന്നളവൻ അവനെ കുണ്ടിയെടുത്ത്. കേസ് ഇത് ഫൗളാട്ടാ. കിളവൻ ചന്തി എടുത്ത് എൻ്റെ മോന്തയ്ക്ക് കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? അവൻ്റെ അടിക്കത്ത് വല്ല ബൂസ്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടോ പറക്കാനായിട്ട്? ഇതിൻ്റെ സ്പീഡ് കിളവൻ ചന്തി കൊണ്ട് തെള്ളുന്ന കേട്ടാ. അയ്യോ കിളവൻ ഈ പ്രാവശ്യം നല്ലപോലെ കളിക്കുന്നത്. എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല കിളവൻ്റെ ചന്തി കാരണം. കിളവൻ ഞാൻ പൂത്തിരി വെച്ചാൽ പൊട്ടിക്കുന്നില്ല സാധനം ചന്തി. കിളവൻ തള്ളിയിടുന്നടാ. അതൊരു കഷ്ടത്. ഞാൻ തള്ളിയിട്ടതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യാനാ? വന്ന് ചുമ്മാ എടുത്തിട്ട് ഇടിക്കുന്ന എന്തിനാ? കിളവൻ പരട്ടക്കിളവൻ പനക്കിളവൻ കിളവനൊന്നും പറയുന്നില്ല ഞാൻ. ദേഷ്യം വന്നാൽ എൻ്റെ സ്വഭാവം കിളവൻ അറിയത്തില്ല. പണ്ടത്തെ ആസിഫ് ആരാന്ന് അറിയത്തില്ല കിളവന്. മോനെ ആഷിപ്പേ, നീ എന്നെ കിളവെന്ന് വിളിച്ചല്ലേടാ? നിന്റെ ഉമ്മാടുത്ത് ഞാൻ പറയുന്നു എന്നെ കിളവെന്ന് വിളിച്ച കാര്യം. നീ വെറും പറഞ്ഞ ചെറുക്കനെ. ഞാൻ ഫസ്റ്റ് അടിക്കൂടാ കള്ള ആഷിപ്പേ. എൻ്റെ കുണ്ടി വെച്ച് ഞാൻ നിന്നെ തെള്ളു വീഴൂടാ. കിളവ നീ ഫസ്റ്റ് അടിച്ചോ. ഞാൻ എന്തായാലും ഞാനായിരിക്കും ഇതാവുന്നത്. പിന്നെ ഇയാൾ പറഞ്ഞിട്ട് എന്തോ കാര്യം? ഇയാൾ കിടന്ന് പറഞ്ഞിട്ട് എന്തുവാ കാര്യം? കിളവൻ കളിക്കുന്ന പോലെ കളിക്കാം. ഓക്കെ അങ്ങനെ കിളവൻ ഫസ്റ്റ് അടിച്ചിരുന്നു. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ഫസ്റ്റ് അടിക്കണമെങ്കിൽ കുറച്ച് ദേശങ്ങൾ മതി. ഓക്കെ കിളവൻ അങ്ങനെ ഫസ്റ്റ് യു ലോസ്. കിളവൻ ഫസ്റ്റ് അടിച്ചു ഗൈസ്. കിളവനാണെങ്കിൽ ഉടുക്കത്തെ ഫൗളുമാണ് ഗൈസ്. ഓക്കെ കിളവനൊക്കെ ഉടുക്കത്തെ ഫൗളും കാര്യങ്ങളുമാണ്. ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ എസ്കേപ്പ് ആവണം. നമുക്കൊന്നും കൂടെ ഓട്ടിച്ച് നോക്കാം ഗൈസ്. ഓക്കെ നമുക്ക് കുറച്ചും കൂടെ ഓട്ടിച്ച് നോക്കാം. ചിലപ്പം രക്ഷപ്പെട്ടാലോ. ഓക്കെ ഗൈസ് നമ്മളിനി തോക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഈ അറ്റം പിടിച്ച് പോവാം. കണ്ട അങ്ങേര് പറക്കുന്നുണ്ട്. അങ്ങേര് എനിക്ക് തന്നെ ഒരു പണി തരാൻ നിൽക്കുക. ഞാൻ അത്യാവശ്യം സ്പീഡ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ടും അങ്ങേര് എന്തോ പണിയാണ് കാണിക്കുന്നത്? എന്തോ വല്ല ബൂസ്റ്റ് കാണുന്നുണ്ടോ ഇതിനകത്ത്? എനിക്കിതൊന്നും കാണുന്നില്ല. എനിക്ക് കാണാത്തതാന്ന് തോന്നുന്നു. ഇത് ഞാൻ പോവും. ഇത് ഞാനങ്ങ് എടുത്ത്. ഇത് ഞാൻ ഈ ഒരു ദിവസം ഇത് ഞാനങ്ങ് എടുത്ത് കേട്ടോ കളാ. ഇത് ഞാനങ്ങ് എടുത്ത്. ഇനി പിടിച്ചാൽ കിട്ടൂല. ഇനി കിളവനെ പിടിച്ചാൽ കിട്ടും. ആഷിപ്പേ അവിടെ നില്ലടാ. ഞാൻ ഫസ്റ്റ് അടിച്ചു കേട്ടോടാ. എൻ്റെ സ്കൂളിൻ്റെ അഭിമാനം പോകൂടാ ഞാൻ ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ. പ്ലീസ് ഉണ്ടടാ മാങ്ങാ തൊലി. നിങ്ങളെന്നെ നല്ലൊരു അടി തന്നേ എനിക്ക്. എപ്പോഴും ഞാൻ മനസ്സിലാക്കിയപ്പോഴും എനിക്ക് കേട്ടോ. ഇങ്ങനെ നിങ്ങളെ ഞാൻ കൊല്ലും. ഞാൻ വയസ്സായതുകൊണ്ടാണ്. ഞാൻ വയസ്സിൽ മൂത്തവരെ ബഹുമാനിക്കണം. അത് ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരം. നിങ്ങൾ എന്നെ അടിച്ച് പന്ന കിളവൻ. ഐ ആം ഫാസ്റ്റ്. ഐ ആം ദി വിന്നർ. ഐ ആം ഫാസ്റ്റ്. ഐ ആം ദി വിന്നർ. ഐ ആം ഫാസ്റ്റ്. കിളവ തന്തൂരി കിളവൻ പോയി ഗൈസ്. കിളവൻ പോയി. ഇനി എങ്ങനെ കളി? ഇനി കളി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനകത്ത് കയറി പോകണം. ചാടിക്കോ കയറി. ഇനി നമുക്ക് ഈ ഒരു കമ്പി കൂടെ നിന്ന് അപ്പുറത്തെ കമ്പിയിലോട്ട് പോവാം. ഇതൊക്കെ എന്ത് സിമ്പിൾ. നമ്മൾ ബാരി പ്രസൻ എസ്കേപ്പ് നമ്മൾ ബാരിയുടെ മണ്ടയിൽ കൂടെ ഓടിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. താഴെ വീഴും കണ്ട. ബാരി പ്രസൻ എസ്കേപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? ഞങ്ങൾ താഴെ വീഴും ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ എത്ര വട്ടം ഞാൻ ചാടുമെന്ന് അറിയാമോ അതിനകത്തൂടെ? എന്നിട്ടും ഒരു ഇതുമില്ല. എത്ര വട്ടം ഞാൻ ചാടി ബാരിയുടെ വഴി കൂടെ. എന്നിട്ട് ഞാൻ തറയിലും വീണ് വേദന ഓട്ടിക്കുകയും ചെയ്ത് എന്നെ കൊല്ലുകയും ചെയ്തു. ഇത്ര മണിക്കൂർ എടുത്തേക്കണ്ടാണ് ഞാൻ ബാരി പ്രസൻ എസ്കേപ്പ് ഗെയിം കളിച്ചത്. അതൊന്നെങ്ങനെയാ ചെയ്യണ്ടേ? അത് നമുക്ക് അവിടെ നിന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അത് ഞാൻ ഹാർഡ് മോഡ് ഈസി മോഡ് ഞാൻ കളിച്ചു. ലാവ മോഡും കൂടെ ഉള്ളു കളിക്കാൻ. ലാവ മോഡൊക്കെ പോയി. ഞാനൊന്ന് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ കയറ്റിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇത് കാണും. ഞാൻ ഇപ്പോൾ ലാവ മോഡ് ഹാർഡ് മോഡൊക്കെ പോയായിരുന്നു എൻ്റെ. അപ്പോൾ അന്നൊക്കെ ഞാൻ ഹാർഡ് മോഡ് ലാവ മോഡ് ഈസി മോഡെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
എടാ ചാടാൻ പറ്റില്ല. അപ്പം എനിക്ക് എന്തോ അവിടെ ഉണ്ട്, എന്തോ സാധനമാണ് എടുക്കണമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എന്തോ എടുക്കണം. പക്ഷെ ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് നമ്മൾ? ഞാൻ എന്തായാലും കുത്തിയിരുന്ന് ഞാൻ എസ്കേപ്പ് ആവാൻ കഴിച്ചില്ല. എങ്കിൽ ഇതിൻ്റെ ഒരു 2 പാർട്ടായിട്ട് ഞാൻ ഇടും. അതുകൊണ്ട് പിന്നെയും കളവലെടുത്ത് വീണം. കുഴി വീഴുന്നു. ഇവിടെ വല്ലതും ഉണ്ടോ എടുക്കാൻ? അല്ലാതെ പിന്നെ എനിക്ക് അത്രയും ദൂരം ഹൈറ്റിൽ ചാടാൻ പറ്റത്തില്ലല്ലോ. ഗൈസ് എന്തോ ഉണ്ട്, പക്ഷെ എനിക്ക് എന്തോന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഉണ്ടായിരിക്കും, മിക്കവാറും എന്തെങ്കിലും ഉണ്ടിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ഇത്രയും സ്പീഡിൽ ചാടാൻ പറ്റത്തുള്ളൂ. ഞങ്ങളായിരിക്കും ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഞാൻ എങ്ങനെ ചാടുന്നത്? അത് നമ്മളെ കൈ ഒറ്റ പിടി പിടിച്ചാൽ നമ്മളത് പറ്റത്തില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്കത് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആരാ? ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലാണെന്ന് തോന്നുന്നു കേട്ടോ. അവനെ കൊല്ലണമെന്ന് തോന്നുന്നു. കൊന്നിട്ട് നമുക്ക് കണ്ടേ സ്കൂളിൻ്റെ വെളിഭാഗം എത്തി. ഗൈസ് ഫൈനൽ ബോസാണ്. ഫൈനൽ ബോസിനെ കൊല്ലണം. ബുക്ക് എടുത്തോണ്ടോ കളവൻ? ആ കളവനെ ബുക്ക് എടുത്തെറിഞ്ഞു. കളവൻ കളവനെ കൊല്ലും ഞാൻ. കളവനെ ഞാൻ കൊല്ലും. കളവനെ ഞാൻ നീ എന്നെ കൊല്ലുന്ന സമയത്ത് ഞാൻ നിന്നെ കൊല്ലൂടാ. കഴിഞ്ഞാ? യെസ് ഗൈസ്, നമുക്കങ്ങനെ ബഡ്ജി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദിസ് ബോസ് എനി അവാർഡ്. നമുക്ക് വണ്ടി കയറി എസ്കേപ്പ് ആവാമല്ലോ. പിന്നെ എന്താണ് ഇവിടെ നിൽക്കണോ? ഓക്കെ ഇവിടെ കയറിയിരുന്നല്ലോ നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുത്തെ ആ കളവൻ്റെ സ്കൂൾ എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഇനി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ആ കളവൻ്റെ സ്കൂളിൽ നമ്മളന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. എനിക്ക് കളവൻ്റെ സ്കൂൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പന സ്കൂള്. ആ ഭയങ്കര സീനാട്ടോ. കളവൻ റൈസിനൊക്കെ എന്നെ വിളിച്ചു, ഞാൻ പോയില്ല. പോയെങ്കിൽ ഇപ്പം കാണാമായിരുന്നു. വണ്ടി ഇവിടെ നിർത്തിയടാ. എന്തൊക്കെ വണ്ടി ഇവിടെ നിർത്തിയേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സംസാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മളിപ്പം വേറെ എത്തണേ, പക്ഷേ അതിനെ കാണാൻ പറ്റത്തില്ല എനിക്ക്. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെല്ലൊക്കെ അടിച്ചാൽ. ടാറ്റാ, ബൈ ബൈ.